ഹലോ കൂട്ടുകാരെ, ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതിനങ്ങ വെച്ചിട്ട് വയലറ്റ് കളറ് വഴുതിനങ്ങ, ഉരുണ്ട വഴുതിനങ്ങ ഉണ്ടല്ലോ, അതാണ്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കനം കുറച്ച്. അത് വെച്ചിട്ട് ഒരു കടലമാവ് ഇത്രയും ചേരുവകളെല്ലാം ചേർത്തിട്ട് ഒരു ബജ്ജിയല്ല, ബജ്ജി മോഡലിൽ മുക്കി പൊരിക്കണതല്ല, ഇതിലെല്ലാം കൂടെ കുഴച്ച് ഇതിൽ എല്ലാത്തിലും പെരക്കിയിട്ട് നമുക്ക് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉണ്ടാക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും. എരിവുണ്ട്, കുരുമുളകുണ്ട്, ചുവന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടിയാണ്, കറിവേപ്പില, പിന്നെ കുറച്ച് കടലമാവ്, 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ശേഷം ഇതിനകത്ത് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് വറുത്തെടുക്കാം. എല്ലാ ചേരുവകളും വെള്ളത്തിലാണ് ചാലിച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ചു, ആദ്യം എല്ലാം കൂടെ മിക്സ് ചെയ്തു, അതിലേക്ക് കടലമാവിട്ടു. നല്ല പേസ്റ്റ് രൂപത്തിലാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച വഴുതിനങ്ങ, ബ്രിഞ്ചാൾ എടുത്ത് ഇതിനകത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ പൊരിച്ചെടുക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ട് 15 മിനിറ്റായി. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്, കടുകിട്ടിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഇതിലേക്കിനി ഇട്ട് കൊടുക്കും. ബ്രിഞ്ചാൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, ചൂടായതിൻ്റെ ശേഷം കടുക് പൊട്ടി, ശേഷം കറിവേപ്പില, പച്ചമുളക് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട്, ഇതിപ്പോൾ പെട്ടെന്ന് വേവും, ഇട്ടൊന്ന് ഇളക്കി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ പ്രത്യേക രുചിയാണ്. കടലമാവ് ഇതിനകത്ത് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടാകും വെന്ത് കഴിയുമ്പം. പിന്നെ ബ്രിഞ്ചാൾ നല്ല കടലമാവ് ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പം നല്ല രുചിയായിരിക്കും. കടലമാവ് മാത്രമല്ല, ബജ്ജി ഉണ്ടാക്കാൻ ചേർക്കുന്ന എല്ലാം ചേർത്തിട്ടുണ്ട്. കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കറിവേപ്പില എല്ലാം ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം, പച്ചമുളക് കൂടുതലിടാം, കുരുമുളക് കൂടുതലിടാം. ഉപ്പും ഇതെല്ലാം കുറവായതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഒന്ന് ആയിട്ട് വരുന്നുണ്ട്. വെളിച്ചെണ്ണ അടിയിലിരിപ്പുണ്ട്. കൂടുതൽ വെളിച്ചെണ്ണ വേണ്ട, എന്നാൽ കൂടുതൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് രുചി കാണുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം തരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ഒരു 5 മിനിറ്റിലാവും. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ബ്രിഞ്ചാളിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. നല്ല ക്രിസ്പിയുമാണ്, എന്നാൽ ക്രിസ്പിയായിട്ട് കടലമാവ് ഇട്ടതുകൊണ്ട് നല്ല ക്രിസ്പിയുമാണ്. എന്നാൽ ബ്രിഞ്ചാൾ മാത്രമാണ് ജ്യൂസി ആയിട്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരുപാട് വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ ബജ്ജി പോലെയൊക്കെ പൊക്കി പൊരിച്ച് ഇങ്ങനെ വെളിച്ചെണ്ണ ഒരുപാട് ചേർത്തുണ്ടാക്കുന്നതിൽ നല്ല, ഇത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നല്ല ജ്യൂസിയും എന്നാൽ പുറമേ ക്രിസ്പിയുമായിട്ടുള്ള ബ്രിഞ്ചാളിൻ്റെ പൊരിയൽ റെഡിയായി. ഞങ്ങളിതിന് പൊരിയൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് അതിന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യൂ. എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് 5 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ബ്രിഞ്ചാൾ പൊരിയൽ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.